So hello friends, it's me Sanjay. എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളിന്ന് വളരെ സന്തോഷം ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇനി മുതൽ കള്ളന്മാരെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഗൈസ്. എന്താന്ന് പറയട്ടെ, വെയിറ്റ്. ഇത് നോക്കി ഗൈസ്, കണ്ട ഇത് ഷോമിയുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ആണ്, MI ഹോം സെക്യൂരിറ്റി ക്യാമറ. ദാറ്റ് ഈസ് 360 ഡിഗ്രിയിൽ അഥവാ വട്ടത്തിൽ കറങ്ങിക്കൊണ്ട് നമുക്ക് 1080p ദാറ്റ് ഈസ് ഫുൾ HD നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും വീഡിയോസ് ഒക്കെ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സെക്യൂരിറ്റി വരെയാണ് നമ്മുടെ വീട്ടിന് ഈ ഒരു ഗാഡ്ജറ്റ് എന്ന് പറയുമ്പോൾ. രാത്രി ആയിട്ട് രാവിലെ ആയിട്ട് കുള്ളന്മാര ആരാണെങ്കിലും വരട്ടെ, എല്ലാത്തിനും നൈസായിട്ട് റെക്കോർഡ് ചെയ്യാം. അതാകുമ്പോൾ ഇനി പേടിക്കണമില്ല. എന്ത് വന്ന് മോട്ടിച്ചിട്ട് പോയാലും അല്ലെങ്കിൽ ഇവിടെ കിടന്ന് കറങ്ങുവാണെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് തെളിവുണ്ട് നേരെ കൊടുക്കുക, എല്ലാത്തിനും പൊക്കി എടുക്കുക, അത്തിടുക. കാരണം രാത്രി വിഷൻ ഉണ്ട്, ദാറ്റ് ഈസ് നൈറ്റ് വിഷൻ ഉണ്ട്, ഇൻഫ്രാറെഡ് റേസ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് കിട്ടുമായിട്ട് എല്ലാത്തിനും പൊളിക്കാൻ പറ്റും. അതാ പറഞ്ഞ സൂപ്പർ ഒരു ഗാഡ്ജറ്റ് ആണ്, നമ്മുടെ ഒരു സെക്യൂരിറ്റി ആകുന്ന ഒരു ഗാഡ്ജറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്ലീസ് എല്ലാവരും ഈ വീഡിയോ മൊത്തത്തിൽ കാണണം, കേട്ടല്ലോ. അപ്പൊ ബൂം. Dorado y creciendo maduro en mi tierra, listo para volar mientras mi gente espera. സോ ഗൈസ്, ഇതാണ് നമ്മുടെ MIയുടെ ഹോം സെക്യൂരിറ്റി ക്യാമറ. ഇതിൽ 360 ഡിഗ്രി അഥവാ ആംഗിളിൽ നമുക്ക് 1080p വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ AI മോഷൻ ഡിറ്റക്ഷൻ അലേർട്ട് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഓൾസോ HD അഥവാ ഹൈ ഡെഫിനിഷൻ വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷനും ഇതിലുണ്ട്. വോ മാൻ, ദാറ്റ്സ് റിയലി കൂൾ. വിച്ച് മീൻസ് നമുക്ക് രാത്രിയൊക്കെ വളരെ സൂപ്പറായിട്ട് വീഡിയോസൊക്കെ എടുക്കാം. എത്ര ഇരുട്ടത്താണെങ്കിലും നമുക്ക് നല്ലപോലെ വീഡിയോസൊക്കെ കാണുന്ന രീതിക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഫൈനലി ടോക്ക് ബാക്ക് ഫീച്ചർ ഇതിലുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ഡയറക്റ്റ് മെസ്സേജ് നമുക്ക് ക്യാമിലോട്ട് കൊടുക്കാം. അത് നല്ല സൗണ്ടിലായിരിക്കും. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ വലിയൊരു നീണ്ട ലിസ്റ്റ് പോലുള്ള ഒരു യൂസർ മാനുവലാണ് നമുക്ക് ലഭിക്കുന്നത്. ദെൻ ഒരു വൈറ്റ് സ്മോൾ ബോക്സ് അകത്തായിട്ട് കാണാം. അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, എടുത്ത് നോക്കാം കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു അഡാപ്റ്റർ ആണ്. ദെൻ ദ USB കേബിൾ, പിന്നെ ഒരു മൗണ്ട് ഉണ്ട് കേട്ടോ. ഈ മൗണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഭിത്തിയിലും അതുപോലെ തന്നെ സീലിങ്ങിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൗണ്ട്. എവിടെ വേണമെങ്കിലും വെക്കാം, പക്ഷേ ഭിത്തിയിലും സീലിങ്ങിലൊക്കെ വെക്കണമെങ്കിൽ മൗണ്ടിൻ്റെ ആവശ്യം വരും. ഓക്കെ, ദെൻ ഫൈനലി നമ്മുടെ സെക്യൂരിറ്റി ക്യാമറയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഫ്രം മീ അഥവാ MI. നെക്സ്റ്റ് ആയിട്ട് ഇതിൻ്റെ ബോഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കാൽ നിർമ്മിതമായിട്ടുള്ള ബോഡിയാണ്, നല്ല സോളിഡ് ആയിട്ടുള്ള ബോഡിയാണ്. ആൻഡ് ദെൻ അതിൻ്റെ ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് കൊച്ചു ഹോൾസ് കാണാൻ പറ്റുന്നതാണ്. ആക്ച്വലി അത് സ്പീക്കറാണ് കേട്ടോ, വളരെ ലൗഡായിട്ടുള്ള സ്പീക്കറാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും താഴത്ത് അഥവാ ബോട്ടമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു മൗണ്ട് വെക്കാനുള്ള ഒരു സ്പേസ് കാണാം. ഇതാണ് നേരത്തെ കാണിച്ച മൗണ്ട് ഉണ്ടല്ലോ, അത് നമ്മളിവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ബ്ലാക്ക് കളർ കാണാം, അതിലാണ് ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ ക്യാമറ പൊസിഷൻ നമുക്ക് പൊക്കത്തോട്ടും താഴത്തോട്ടും ഒക്കെ നമുക്ക് ആക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ക്യാമറ 360 ഡിഗ്രി അഥവാ വട്ടത്തിൽ നമുക്ക് കറക്കാൻ പറ്റുന്നതാണ്. ഓൾസോ ക്യാമറ പൊക്കുമ്പോൾ അതിൻ്റെ താഴത്തായിട്ട് നമുക്ക് മെമ്മറി കാർഡ് ഇടാവുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടെ നമുക്ക് 64 GB വരെ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ ഇതിന് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ബാറ്ററി ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് USB കേബിൾ വെച്ച് ഇത് ചാർജ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ ഇത് ഓഫായി പോകുന്നതാണ്. അതാണ് ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. ദെൻ ഫസ്റ്റ് നമുക്ക് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന് ഓറഞ്ച് ലൈറ്റ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതാണത് സ്റ്റാർട്ടായി എന്നുള്ളൊരു സിഗ്നൽ കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ MI ഹോം എന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമുക്ക് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. നമുക്കിനി ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ തൊട്ടാണ് സംഭവം സീനാണ്, വേറെ ഒന്നുമില്ല. ഞാൻ കുറെ നേരമായി, കുറഞ്ഞൊരു 3 മണിക്കൂർ, അതന്നെ 3 മണിക്കൂറെങ്കിലും ആയി ഞാൻ ആ സംഭവം കണക്ട് ചെയ്യാൻ നോക്കിയിട്ട്. എൻ്റെ ഫോണും MIയുടെ ക്യാമും കൂടെ, ദാറ്റ് ഈസ് 360 ക്യാമും കൂടെ കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് എൻ്റെ ആളിയെ ഒരു രക്ഷയില്ല. ഞാൻ അവിടെ നിന്ന് ചത്ത് ലാസ്റ്റ് കിടന്ന് ഉറങ്ങിപ്പോയി. അത്രയ്ക്ക് സമയം. എനിക്ക് നമ്മുടെ ക്യാമറ കംപ്ലൈന്റ് ആണ് തോന്നുന്നു. പക്ഷെ ഇത് മാത്രമല്ല കേട്ടോ കംപ്ലൈന്റ് ആയിട്ടും കുറെ ക്യാമറാസ് ഒക്കെ ഇതിന്റെ വീഡിയോസും കണ്ടിട്ടുണ്ട്. അതല്ലാതെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇത് വാങ്ങിയിട്ടുണ്ട്. സൂപ്പർ സംഭവമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വേറെ ഒന്നല്ല, നമുക്ക് നൈറ്റ് വിഷനൊക്കെ ആണ്, ഇരുട്ടത്തൊക്കെ വെച്ച് അതൊക്കെ ഞാൻ എടുത്ത് വെച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മുറിയൊക്കെ അടച്ചു കൂട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ബട്ട് ടോട്ടലി നമ്മള് എന്ത് ചെയ്യാനാണ്, ഈ സംഭവമാണെങ്കിൽ കണക്റ്റ് ആണില്ല. എൻ്റെ ഫോണിൻ്റെ കുഴപ്പമൊന്നുമല്ല. എന്തായാലും ഞാൻ വേറെ വൈഫൈ ഒക്കെ നോക്കി കാണിക്കുന്നുണ്ട്, പക്ഷെ അതിനകത്തുനിന്ന് വൈഫൈ കണക്ഷനൊക്കെ വരും, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ഷൻ വരും. ഇത് രണ്ടും കാണിക്കില്ല. ആകെ കണക്ട് ടു ദ ഡിവൈസ്, കണക്ട് ടു ദ ഡിവൈസ്, കണക്ട് ടു ദ ഡിവൈസ്. ഇത് കേട്ട് തലക്ക് പ്രാന്ത് പിടിച്ചെനിക്ക് കുന്ത. കുറെ നേരമായത് എറിഞ്ഞ് പൊട്ടിക്കാനൊക്കെ തോന്നുന്നു. പിന്നെ ഇതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയത്, എറിഞ്ഞ് പൊട്ടിക്കാൻ പറ്റില്ല, അവന്മാർ എൻ്റെ പെടലടിച്ച് ഇരിക്കും. അതുകൊണ്ട് എറിഞ്ഞൊന്നും പൊട്ടിച്ചില്ല, അവിടെ വെച്ചിട്ടുണ്ട് സംഭവം കുന്തം ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കാര്യം. എന്ത് ചെയ്യാനാണ്, ഞാനത് മൊത്തം കാണിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്.
പക്ഷെ എനിക്കാണ് പണി കിട്ടിയത്. ഇതെനിക്ക് വാങ്ങി വെക്കണം. കള്ളന്മാരൊക്കെ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ബമ്പിൾ ബി ആണെങ്കിൽ വാതിക്ക് എപ്പോഴും ഇരിക്കണം. അവരാരെങ്കിലും കണ്ടിട്ട് പോയാലോ. ഗായ്സ് എന്തൊക്കെ പറയാനിത് സംഭവം കിടുവാണ് കേട്ടോ. ഇതെന്തായാലും ഞാൻ ഇത് മാറി റീപ്ലേസ് ചെയ്തിട്ട് ഇത് വർക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ തറവായിട്ട് കിടുവായിട്ട് ഞാൻ തരുന്നതാണ്. നിങ്ങളപ്പോൾ കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, കാരണം ഇത് കിടു സംഭവമാണ് ഗൈസ്. കിടു എന്ന് പറഞ്ഞാൽ കിടു വെറും 2000 എന്തെങ്കിലും രൂപയുള്ളു. മൊത്തം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കിടുവാക്കി തന്നുണ്ട്. പക്ഷെ ഇതെന്ത് ഇത് ചതിച്ച് ഗൈസ്, നമ്മളെ ചതിച്ച് മാൻ തീർന്നു ഗൈസ്. അപ്പം നമുക്ക് പറഞ്ഞ് പോയേക്കാം. എൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ, ഇന്ന് റെക്കോർഡ് ചെയ്തപ്പോൾ ഉണ്ടായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രസൻറ്റ് ചെയ്യണം. അല്ല ഞാൻ ചുമ്മാ സമയം കളയൊന്നുമല്ല. എനിക്കുണ്ടായ ഒരു അവസ്ഥയാണ് നിങ്ങളോട് ഞാൻ ഇത് എന്തുവേണം എക്സ്പ്ലെയിൻ ചെയ്യുക. കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ തെറി പറയുമായിരിക്കും, ഇത് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളെ കാണിച്ചത്. എൻ്റെ പൊന്നുപടി സിംഗിൾ എൻ്റെ ഫാമിലിയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇന്നത്തെ ഡേ നടന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ വേറെ വീഡിയോ ഒന്നും ഇല്ല. ഞാൻ ഇത് സെറ്റ് ചെയ്ത് പൊളിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഓക്കെ. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, കാരണം ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ നെക്സ്റ്റ് ലെവൽ വീഡിയോസ് ഒക്കെ കൊണ്ടുവരുന്നതാണ്. ഓക്കെ ഗൈസ്, സോ കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു. ബൈ.